അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അൽഹംദുലില്ലാ നാടെങ്ങും ലോകം മുഴുവനും, നമ്മുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു പ്രണയം, ആ ഒരു മഹബ്ബത്ത്, ആ ഒരു ഹുബ്ബ്, അവിടുത്തെ സ്നേഹം ലോകം മുഴുവനും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ പ്രയാസം പലർക്കും. നമുക്കൊന്ന് പോകാൻ, പരിശുദ്ധമായ റബീഉൽ അവ്വലിലൊക്കെ ഒന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ, വീടുകൾ, പള്ളികളിലൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ മൗലിദ് പാരായണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാരായണം ചെയ്യുന്നു. വീടുകളിൽ, പള്ളികളിൽ, വീടുകളിൽ, മദ്രസകളിൽ, എല്ലാ സ്ഥലങ്ങളിലും അൽഹംദുലില്ലാ മുത്തുനബിയെ കുറിച്ചുള്ള വാഴ്ത്തലും പുകഴ്ത്തലും നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോടുള്ള ആ ഒരു സ്നേഹം അല്ലാഹു മരിക്കുവോളം എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരില് മൗലിദ് പാരായണം ചെയ്ത, അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണേ, മുത്തുനബിയുടെ മദ്ഹ് പാടണേ, മുത്തുനബിയെ വാഴ്ത്തണേ, മുത്തുനബിയെ പുകഴ്ത്തണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാറാ രോഗങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ ദിനങ്ങൾ ഇങ്ങനെ വിട പറയുകയാണ്. അതുകൊണ്ട് സഹോദരാ, എത്രയാ നീ സ്വലാത്ത് പറഞ്ഞത്, എത്രയാ നീ മദ്ഹ് പറഞ്ഞത്, എത്ര സുന്നത്താണ് ജീവിതത്തിൽ ചെയ്തത്, എത്ര സലാമാണ് നീ മുത്തുനബിയോട് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ആ പ്രവാചക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീര് പോലും അത് ഔഷധമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം, വലിയ വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, വലിയ വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, ഏർവാടിയിലും മുത്തുപേട്ടയിലും എന്തിന് ഭീമാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കിണറുണ്ട്, മരുന്ന് കിണർ. എത്ര പേരാ പോയി കുളിക്കണത്? എത്ര പേരാ പോയി വെള്ളം കോരി കുടിക്കണത്? മുത്തുപേട്ടയിൽ പോകുമ്പോൾ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മഹാനവറുകൾ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകളുടെ മക്കാമിൽ പോകുമ്പോൾ അവിടെ ഒരു കുളവുണ്ട്. എത്ര പേരാ കുളിക്കണത്? ഈ വെള്ളമാണോ കുടിക്കണത്? വേറെ പണിയില്ലേടാ, ആണ് ഇതാ കുടിക്കണത്? അതാ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കണം സഹോദര, നമുക്ക് ആവശ്യമുണ്ടേ പോയി കുടിച്ചാൽ മതി, അവർക്ക് ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ട എന്താ? എടാ, മുത്തുപേട്ടയിലും ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോയി പല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറയുമ്പോൾ ചിലന്ന് വെള്ളം തരും, ചിലയിടത്തുനിന്ന് തേൻ തരും. ഭീമാപ്പള്ളിക്ക് പോകുമ്പോൾ എണ്ണ കിട്ടും അല്ലേ? ചിലയിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ പൂക്കൾ തരും. കടുവാപ്പള്ളിയിലൊക്കെ പോയാൽ പഴവും പൂട്ടൊക്കെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. എന്തിന്? ഞങ്ങളൊക്കെ എപ്പോഴും പോകാറുണ്ട്, ഞാനൊക്കെ എപ്പോഴും പോകും. കണ്ണൂര് കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കൂത്തുപറമ്പിനടുത്ത്. കണ്ണവം വെളുമ്പത്തുമക്കാം. അവിടെ ചെല്ലുമ്പോൾ ചുക്ക് കാപ്പിയ. തമാശല്ലുപ്പ. ഏത് രാത്രി പോയാലും എപ്പോ പോയാലും അവിടെ നിന്ന് ചുക്ക് കാപ്പി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ എത്ര ഈ തൊണ്ടയൊക്കെ പ്രസംഗിച്ച് തൊണ്ട അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ മക്കാമിൽ പോയിട്ട് ചുക്കാപ്പി കുടിക്കും. അവിടുത്തെ ബറക്കത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസ് പകല നടക്കണേ, കാട്ടില. വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പകലിലാണ് അവിടെ നടക്കുന്നത്. പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. പോയി. അൽഹംദുലില്ലാ.